Air Ideas of Present and Future India. Thank you. അടുത്തതായി നിങ്ങൾ അഭിസംബോധനയിൽ സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവായ ബഹുമാനായ ആദരണീയ രമേശന്റെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഇത്ര മനോഹരമായിട്ടാണ് ഇവിടെ മറ്റു മതങ്ങളും മറ്റു ചിന്താധാരകളുമായി ചേർന്ന് ജീവിച്ചതെന്ന് ആലോചിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാവുകയായിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പോരാടിയത്. അവർ പോരാടിയത് ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. 5 years ago, a government came into power that was voted in with the big majority. മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. In all their wisdom, the people of our country placed their faith and their hopes in the BJP government. നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും അവരുടെ എല്ലാ വിവേകത്തോടും കൂടി അവരുടെ പ്രതീക്ഷകൾ ഈ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റിൽ അവരുടെ പ്രതീക്ഷകൾ അർപ്പിച്ചു. And that government, from the moment it came to power, began to betray that faith. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രതീക്ഷകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അധികാരത്തിൽ വന്ന BJP ഗവൺമെന്റ് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അധികാരത്തിൽ വന്ന നിമിഷം മുതൽ ഈ രാജ്യത്തെ ഓരോ ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ BJP ഗവൺമെന്റ് ചെയ്യുന്നത്. They promised young men and women that they would produce 2 crore jobs every year. അവർ ഈ രാജ്യത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറഞ്ഞു, നിങ്ങൾക്ക് വർഷം 2 കോടി തൊഴിലവസരങ്ങൾ നിങ്ങൾ നൽകുമെന്ന് പറഞ്ഞു. They promised people that they would put 15 lakhs in each person's bank account. എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് അവരുടെ രാജ്യത്തെ ഓരോ വ്യക്തിയോടും വാഗ്ദാനം ചെയ്തു. But once they came into power, they forgot those who gave them power. പക്ഷേ അധികാരത്തിൽ വന്ന ശേഷം ഇവിടുത്തെ BJP ഗവൺമെന്റ് അവർക്ക് ആരാണോ അധികാരം നൽകിയത് ഈ നാട്ടിലെ ഓരോ ജനത്തെയും അവർക്ക് അധികാരം നൽകിയ ജനങ്ങളെ അവർ ചിന്തിക്കാൻ തുടങ്ങി, അധികാരം ഞങ്ങൾക്കുള്ളതാണ്, ഈ രാജ്യത്തെ ജനങ്ങൾക്കുള്ളതല്ല അധികാരം, മറിച്ച് അധികാരം ഞങ്ങൾക്കുള്ളതാണെന്ന് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് മുഴുവൻ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 മാസങ്ങളായി ഞാൻ ഉത്തർപ്രദേശിൽ മുഴുവൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And just like the tribal culture, which has a deep respect for land, for the earth, for the forests, the farmers of Uttar Pradesh have a deep respect and a deep connection to their land, to their crop, to the earth, and to the world around them. ഇവിടെ നിങ്ങളോട് പറയുകയുണ്ടായി, 2 മാസങ്ങളായി ഞാൻ ഉത്തർപ്രദേശിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ ആദിവാസികൾക്ക് നിങ്ങളുടെ ഭൂമിയുമായി, നിങ്ങളുടെ സംസ്കാരവും വനവുമായി ഇടപിരിയുന്ന ഒരു ബന്ധം, വളരെ അടുത്ത് ചേർന്ന ഒരു ബന്ധമുള്ളത്? അതുപോലെ ഉത്തർപ്രദേശിലെ കർഷകർക്ക് അവരുടെ ഭൂമിയുമായി, അവരുടെ സംസ്കാരവുമായി എല്ലാം വളരെയധികം അടുത്ത അഗാധമായ ഒരു ബന്ധമാണുള്ളത്. And it is when I looked at these lasting hills, and I thought about our tribal culture, and I thought about the farmer in UP. എന്റെ കൈ പിടിച്ചു നിന്ന ആളാണ് എന്റെ സുഹൃത്തായ, എന്റെ സഹോദരനായ. As children, the two of us shared a childhood in which we experienced the devastation of violence and loss. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബാല്യകാലത്ത് ഒരുമിച്ച് ജീവിച്ചപ്പോൾ അക്രമം, ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തം എത്രമാത്രമാണെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മനസ്സിലാക്കിയത്. Indiraji was like another mother to us. ഇന്ദിരാജി ഞങ്ങൾക്ക് മറ്റൊരു അമ്മയെ പോലെയായിരുന്നു. My brother was 14 years old and I was 12 when she was assassinated in our own home. ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ ഇന്ദിരാജി മൃഗീയമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ എന്റെ സഹോദരന് 14 വയസ്സായിരുന്നു, എനിക്ക് 12 വയസ്സ്. Our small family of 4 was bound together by the deep love that our parents shared, and that love gave us the courage to face what was happening to us. ഞങ്ങളുടെ 4 പേർ ചേർന്ന് നടക്കുന്ന ഒരു ചെറിയ കുടുംബം. ആ കുടുംബത്തിലെ ഞങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ധൈര്യം നൽകിയത് ഞങ്ങൾ 4 പേരും തമ്മിലുണ്ടായിരുന്ന അഗാധമായ ആഴമേറിയ സ്നേഹത്തിന്റെ ഒരു ബന്ധമായിരുന്നു. 7 years later, at the age of 21, when my
brother was studying at Harvard University. My father was assassinated. ഇന്ദിരാജി കൊല്ലപ്പെട്ട 7 വർഷങ്ങൾക്ക് ശേഷം എന്റെ സഹോദരൻ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് 21 വയസ്സുള്ള സമയത്താണ് എന്റെ പിതാവ് അതുപോലെ തന്നെ മൃഗീയമായി കൊല്ലപ്പെട്ടത്. My brother and I were shattered. ഞാനും എന്റെ സഹോദരനും തകർന്നുപോയി. But even in that moment of shattering, he said to me that he had no anger in his heart. അങ്ങനെ എല്ലാ വിധത്തിലും തകർന്നുപോയ അവസ്ഥയിലും എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, എന്റെ ഹൃദയത്തിൽ അല്പം പോലും വിദ്വേഷവും ദ്വേഷവുമില്ല.